മദ്യാസക്തന്റെ വ്യവസായക്കാരൻ കൂട്ടായ്മയുടെ ശക്തികളും മദ്യപിച്ചിട്ട പേര് ഹരിഹര ലക്ഷ്മണൻ. ഹായ് ലക്ഷ്മണൻ ചേട്ടാ. ഹായ് ഹായ്. എൺപത്തിരണ്ടാമത്തെ പേജിലാണ് നിർത്തിയത്. എൺപത്തിരണ്ടാമത്തെ പേജില് ക്യൂർ ഫോർ ആൽക്കഹോളിസം ആൻഡ് നീഡഡ് എ പ്രോസ്പെക്ട് ടു ട്രൈ ഇറ്റ് ഔട്ട് on. As Bill later recalled, the nurse knew Dr. Bob of old. She was the one who promptly asked whether he had tried the new method on himself. Yes, Dr. Bob replied, somewhat taken aback. I sure have. As Bill in the pinned orma varunnathanu, the nurse knew Dr. Bob of old. Dr. Bobന്റെ പഴയ ബോബായിട്ടുള്ള അറിയാവുന്നതായിരുന്നു നഴ്സിന്. She was the one who promptly asked whether he had tried the new method on himself. അവർ ചോദിച്ചിരുന്നു ഈ പുതിയ മെത്തേഡ് അദ്ദേഹത്തിന്റെ പുറത്ത് തന്നെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അപ്പൊ യെസ്, ഡോക്ടർ ബോബ് റിപ്ലൈഡ്. ഡോക്ടർ ബോബ് അത് ചെയ്തിരുന്നു എന്ന് ഒരു ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു. ഐ ഷുവർ ഹാവ്, ഞാൻ ഉറപ്പായിട്ടും ചെയ്തു എന്ന് പറയുന്നു. Mrs. Hall did have a prospect, a dandy. He was a lawyer who had been in the hospital 6 times in the preceding 4 months. ഈ മിസ്സിസ് ഹാൾ എന്ന് പറയുന്ന ഇവരുടെ കയ്യിൽ ഒരാളുണ്ട്, ഒരു പ്രോസ്പെക്ട്, അതായത് ഈ ചികിത്സയ്ക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരാൾ. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ 6 പ്രാവശ്യം ഇതിനു മുമ്പത്തെ മാസങ്ങളിൽ ചികിത്സക്കായി എത്തിയിട്ടുണ്ടായിരുന്നു. He went completely out of his mind and went drinking, and he had just roughed up a couple of nurses. അദ്ദേഹത്തിന് മാനസികാവസ്ഥ വളരെ മോശമായി. ഒരു 2 നഴ്സുമാരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. At the moment he was strapped down tight. ആ സമയത്ത് അദ്ദേഹത്തെ ബന്ധിതനാക്കപ്പെട്ടു. Somewhere during the conversation she uttered those familiar words, he is a grand chap when he is sober. അപ്പൊ അത് അവരെ കുറിച്ച് പിന്നീട് ഏതോ ഒരു അവസരത്തിൽ അവർ പറയുന്നത് ഓർമ്മ വന്നു. അദ്ദേഹം ആ ആള് മദ്യപിക്കാത്ത സമയത്ത് ഒരു നല്ലൊരാളായിരുന്നു. This was Bill D, who would become AA number 3. ഈ വ്യക്തിയായിരുന്നു. അപ്പൊ ഡോക്ടറായി, ഓഹരി ദള്ളാലായി. ബിൽ ഡി എന്ന് പറയുന്നത് 3-ാമത്തെ ആള് ആണ്. 3-ാമത്തെ ആള്, എയുടെ 3-ാമത്തെ മാൻ ഓൺ ദ ബെഡിൽ ഇരിക്കുന്ന ആള്. ആൻഡ് ഹി വാസ് ഇൻഡീഡ് എ ഗ്രാൻഡ് ചാപ്പ് വെൻ സോബർ. അദ്ദേഹം മദ്യപിക്കാത്ത സമയത്ത് വളരെ വളരെ നല്ലൊരാളായിരുന്നു. Akron area members who now have 30 or 35 years sobriety remember him as one of the most engaging people they ever know. അക്രോണിലുള്ള ആളുകൾ, ഇപ്പോ ഉള്ള 30 കൊല്ലം 35 കൊല്ലം സോബ്രൈറ്റി ഉള്ള ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹം വളരെ നല്ല ആളുകളുടെ ഇടയിൽ ഒരു നല്ലൊരാളായിരുന്നു എന്നുള്ളത്. I thought I was a real big shot because I took Bill D to meetings, said one Akron member. ഞാൻ സ്വയം ധരിച്ചു ഞാനൊരു വലിയ ആളാണ്. ബിക്കോസ് ബില്ലിനെ ഞാൻ മീറ്റിങ്ങിന് കൊണ്ടുപോയതുകൊണ്ട്, ആക്രോൺ മീറ്റിങ്ങിന് കൊണ്ടുപോയതുകൊണ്ട് ഞാൻ ഒരു വലിയൊരാളാണെന്ന് ഞാൻ സ്വയം ധരിച്ചു. Who noted that Bill, though influential in the area, was not an ambitious man in AA. അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഈ ബില്ല് ഒരു അംബീഷ്യസ് ആയിട്ട് വളരെ ആഗ്രഹത്തിന്റെ പുറത്തുള്ള ഒരാളായിരുന്നില്ല. He wasn't aggressive, just a good AA. അദ്ദേഹം വളരെ അഗ്രസീവ് ആയിരുന്നില്ല, വളരെ കർശനമായിട്ടുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു നല്ലൊരു എക്കാരനായിരുന്നു. If you went to him for help, he would give you help. അദ്ദേഹത്തിനോട് സഹായം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സഹായം ചെയ്യും. He would counsel with you. അദ്ദേഹം നിങ്ങളുമായിട്ട് കൗൺസിലിംഗ് ചെയ്യും. Counsel with you. He never drove a car, but he went to meetings every night. അദ്ദേഹം ഒരിക്കലും കാർ ഓടിച്ചിരുന്നില്ല, പക്ഷെ എല്ലാ രാത്രിയും മീറ്റിങ്ങുകൾക്ക് പോവായിരുന്നു. He had
around with his he would stand around with his thumbs with his thumbs in his vest like a Kentucky colonel. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയാണ്. He would stand around with his thumbs in his vest like a Kentucky colonel. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയാണ്. അതായത് എപ്പോഴും ഉഷാറായിരിക്കും എന്നുള്ള ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് റെഫർ ചെയ്യാണ്. He would എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുകയാണ്. He wasn't aggressive, just good. He never drove a car. He went to meetings every night. He would stand around with his thumbs in his vest like a Kentucky colonel. അതായത് ഇടുപ്പത്ത് ഇങ്ങനെ കൈവച്ച് നിൽക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയണം. ആൻഡ് ഹി സ്പോക്ക് സോ സ്ലോ. അദ്ദേഹം വളരെ പതുക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. You wanted to reach out and pull the words from his mouth. വളരെ പതുക്കെ സംസാരിക്കുന്ന ഒരു ഇതിനെ കുറിച്ച് പറയാണ്, ഒരു സ്വഭാവത്തെ കുറിച്ച് പറയാണ്. അദ്ദേഹത്തിന്റെ വായിന്ന് വാക്കുകളെ പുറത്തേക്ക് വലിച്ചെടുക്കേണ്ടി വരും എന്ന് തോന്നിപ്പോകും. I loved to be around him. വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ട്. He put you in mind of real easy does it guy. നമ്മുടെ ഏയുടെ ഒരു തത്വമായ ഈസി ഡസ് ഇറ്റ്, അത് ശരിക്കും പ്രവർത്തനമാക്കി തരും എന്നുള്ളത്. മിസ്റ്റർ സെറിനിറ്റി, സുബോധത്തിന്റെ ഒരാളായിരുന്നു. ഡോക്ടർ ബോബ് ആൻഡ് ബിൽ did not visit Bill D right away. First, he was in no condition to see anyone. But Dr. ബോബും ബില്ലും ബിൽ ഡീനെ പെട്ടെന്ന് പോയി കണ്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാണാനുള്ള ഒരു പരിസ്ഥിതിയിലായിരുന്നില്ല. സെക്കൻഡ്, they thought it a good idea to have a preliminary talk with his wife. പിന്നീട് അവർക്ക് തോന്നി ഈ ബിൽ ഡിയുടെ വൈഫുമായിട്ടൊന്ന് ആദ്യം ഒന്ന് സംസാരിക്കാമെന്ന് തോന്നി. And this became part of the way things were done in the early days. ഈ ഒരു ശൈലി ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ഒരു ശൈലിയായി മാറി. Discuss it first with the wife. ഭാര്യയുമായിട്ട് ആദ്യം പോയി സംസാരിക്കുക. Find out what you could. Then plan your approach. എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് പിന്നീട് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. It should be noted as well that the alcoholic himself didn't ask for help. ഇതിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മദ്യാസക്തൻ അവൻ തന്നെ ആ സഹായത്തിന് അഭ്യർത്ഥിച്ചില്ല എന്നതാണ്. He didn't have anything to say about it. ആ മദ്യാസക്തന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്. Bill D's complete story in the big book Alcoholics Anonymous. Bill D's complete story is in the big book. Bill Dയുടെ മുഴുവനും കഥ ബിഗ് ബുക്കിലുണ്ട്. He recalled his own sense of hopelessness and despair. He recalled his own sense. He recalled his own sense of hopelessness and despair before the visit
before the visit from Dr. Bob and Bill. അദ്ദേഹം ഓർക്കാണ് അദ്ദേഹത്തിന്റെ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള വളരെ വ്യസനപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ബോബും ബില്ലും അദ്ദേഹത്തിനെ കാണുന്നതിന് മുമ്പ് there was the identification with him. There was the identification with him, followed by surrendering his will to God and making a model in him. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു ഇതുമായിട്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വില്ലിനെ സറണ്ടർ ചെയ്തു. രണ്ടാം പടിയെ കുറിച്ച് പറയണം, a decision to turn our will and our lives over to the care of God. അപ്പൊ അങ്ങനെ സറണ്ടർ ചെയ്യാനും and making a moral inventory. നാലാം പടി. Then he was told about the first drink. പിന്നീട് അദ്ദേഹത്തോട് ആദ്യത്തെ കുടിയെ കുറിച്ച് സംസാരിച്ചു. The 24-hour program, 24 മണിക്കൂർ പരിപാടി, and the fact that alcoholism was an incurable disease. പിന്നീട് ഇതും പറഞ്ഞിരുന്നു, മദ്യാസക്തി എന്നുള്ള രോഗം മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല എന്നുള്ള കാര്യം പറഞ്ഞു. All basics of our program that have not changed to this day. ഇന്നും ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന ഈ 4 കാര്യങ്ങൾ ആണ്. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണത് എന്ന് പറയണം. Bill D also remembered how he was told to go out and carry the message of recovery to someone else. Bill D അതും ഓർക്കുന്നുണ്ട്, എങ്ങനെ അദ്ദേഹത്തോട് പുറത്തു പോയിട്ട് ഈ മെസ്സേജ് കൊണ്ടു ചെല്ലാനും മറ്റുള്ളവരോട് മോചനത്തെ കുറിച്ച് സംസാരിക്കാനും പറഞ്ഞ കാര്യം. One of the things that really touched him was hearing Bill W. tell Mrs. D about a week later, Henrietta, the Lord has been so wonderful to me, curing me of this terrible disease that I just want to keep talking about it and telling people. അപ്പൊ അത് ഒരു കാര്യം, one of the things that really touched him, ബിൽ ഡീനെ വളരെ ആകർഷിച്ചത് അല്ലെങ്കിൽ വളരെ മനസ്സിൽ തൊട്ടത്, was hearing Bill W. tell Mrs. D. ബിൽ ഡബ്ല്യു പറയുന്നത് കേട്ടു മിസ്സസ് ഡീനോട് ഒരാഴ്ചക്ക് ശേഷം, ഹെൻറിറ്റ, the Lord has been so ദൈവം വളരെ കനിഞ്ഞു നൽകി എനിക്ക് എന്നെ ഈ രോഗത്തിൽ നിന്ന് മോചിതനാക്കാനായിട്ട്, ഈ വളരെ ടെറിബിൾ ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഈ ഒരു അസുഖത്തിൽ നിന്ന് എന്നെ മാറ്റാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. Bill D said to himself, Bill D said to himself, I think I have the answer. അപ്പോഴാണ് ബിൽ ഡി അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, എനിക്കൊരു ഉത്തരം കിട്ടിയിരുന്നു. Bill Wilson, he said, was very, very grateful that he had been released from this terrible thing. Bill W. ബിൽ ഡി പറയാണ്, ബിൽ ഡബ്ല്യു വളരെ ഒരു നന്ദിയുള്ളവനായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അസുഖത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു മോചനം കിട്ടിയതുകൊണ്ട്. And he had given God the credit for having done it. അതിനുള്ള ഒരു ക്രെഡിറ്റ് ദൈവത്തിന് കൊടുത്തു. ബിൽ ഡബ്ല്യു ദൈവത്തിന് കൊടുത്തു. And he's so grateful about it. He wants to tell other people about it. എന്നതുകൊണ്ട് അദ്ദേഹം വളരെ നന്ദിയുള്ളവനാണ്, വളരെ കൃതജ്ഞതയുള്ളവനാണ് എന്നതുകൊണ്ടും അദ്ദേഹം ഇത് മറ്റുള്ളവരോട് പറയാനായിട്ട് താല്പര്യമുള്ള ആളാണെന്ന് പറയുന്നു. To Bill D, that one sentence spoken by our co-founder became sort of a golden text. അതൊരു സ്വർണത്തിൽ എഴുതി വെച്ച ഒരു എഴുത്തായി മാറി ബിൽ ഡബ്ല്യുവിന്. ഈ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന് ഗോൾഡൻ ലെറ്റേഴ്സ് ആയിട്ട് തന്നു. ഫോർ ദ എ പ്രോഗ്രാം ആൻഡ് ഫോർ മീ. അത് എ പ്രോഗ്രാമിനും അദ്ദേഹത്തിന് തോന്നി.
Looking back in 1977, Henrietta D. described her husband as a great alcoholic. ഇത് പുറകോട്ട് നോക്കുമ്പോൾ 1977 ഹെൻറിറ്റ ഡി അവരുടെ ഭർത്താവ് ഒരു നല്ലൊരു മദ്യാസക്തനായിരുന്നു. Who, like other alcoholics, didn't want to get drunk. ഏതൊരു മദ്യാസക്തനെ പോലെയും കുടിച്ച് ഫിറ്റാവാനൊന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഷീ സോ ദ ഹോൾ ഇവന്റ് ഫ്രം അനദർ പെർസ്പെക്റ്റീവ്. അവര് വൈഫ് ഇതിനെ വേറൊരു രീതിയിൽ ഇതിനെ കണ്ടു. ഷീ റിമെമ്പേർഡ് ടെല്ലിംഗ് ഹെർ പാസ്റ്റർ, "You aren't reaching me. I am going to find someone who can, if I have to see everyone in Akron." പാസ്റ്ററിനോട്, പള്ളിയിലുള്ള ആളോട് പറയുണ്ടായി, "യു ആർ ഇൻ റീച്ചിങ്, നിങ്ങൾ അദ്ദേഹത്തിനോട് പോകുന്നില്ല, ഞാനൊരാളെ കണ്ടുപിടിക്കാൻ പോവാണ്." And she prayed with the pastor of another church that someone her husband could understand would visit him in City Hospital, where he had been admitted with some kind of virus. ആരെങ്കിലും ഇത് മനസ്സിലാക്കുന്ന ഒരാള് സിറ്റി ഹോസ്പിറ്റലിൽ വന്ന് കാണണം എന്ന് അവർ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. A day or two later, Mrs. Hall telephoned Henrietta D. ഒരു 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മിസ്സിസ് ഹാൾ ഹെൻറിറ്റ ഡീനെ വിളിച്ചു. There is a doctor here who has been on the staff for 25 years. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം 25 കൊല്ലമായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട് എന്നുള്ളത്. And he thinks he has found a way of helping a man with a drinking problem. And ആ ഡോക്ടർക്ക് തോന്നുകയാണ് ഈ ഇതുപോലുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന്. He wants to know if you would talk to him. അപ്പൊ ആ ഡോക്ടർക്ക് നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കുമോ, ഈ ഹെൻറിറ്റ ആയിട്ട് സംസാരിക്കുമോ എന്ന് ഹെൻറിറ്റയോട് ചോദിക്കുകയാണ്. ഹെൻറിറ്റ അഗ്രീഡ്, അവര് സമ്മതിച്ചു. I went to the hospital and Mrs. Hall put me in a room. ആസ്പത്രിയില് ഒരു റൂമിലാക്കി ഈ ഹെൻറിറ്റയെ. Where I waited. Dr. Bob came in. ആ ഡോക്ടർ വേറെ ആരുമല്ല, ഡോക്ടർ ബോബ് തന്നെയാണ്. ഡോക്ടർ ബോബ് വന്നു, അകത്തേക്ക് വന്നു. He was a big raw bone fellow with a hoarse voice. അത് ഒരു വലിയ മനുഷ്യനായിരുന്നു, നല്ല പൊക്കമുള്ള ആളായിരുന്നു, വളരെ ഘനശാരീരമായിരുന്നു ശബ്ദം. What kind of bird is this yet when he is sober? He asked. What kind of bird is this yet when he is sober? He asked. I said, when he is sober, he is the grandest man in the world, but when he is drinking, he is the worst. കുടിക്കാത്ത സമയത്ത് എങ്ങനെയുള്ള ആളാണ് എന്ന് ചോദിക്കണം. അപ്പൊ അതിന് മറുപടി പറയണം, അവർ വളരെ നല്ല ആളായിരുന്നു, കുടിക്കാത്ത സമയത്ത് വളരെ നല്ല ആളായിരുന്നു, കുടിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു എന്ന്. Yes, I know, he said. ഇത് എനിക്കറിയാം എന്ന് ഡോക്ടർ പറഞ്ഞു. He was gruff, but he had a big heart in him, Henrietta said. ഇദ്ദേഹം വളരെ ഒത്തിരി കടുപ്പമുള്ള ആളായിരുന്നു, പക്ഷെ നല്ലൊരു ഹൃദയം ഉള്ള ആളായിരുന്നു എന്ന് ഹെൻറിറ്റ പറയുന്നു. He felt sorry for the wives because he knew what he had put his wife through. ഭാര്യമാരോടുള്ള ഒരു സഹതാപം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. I always felt that it never would have gone over so big if Dr. Bob hadn't said that they didn't want separate meetings. That husbands and wives had been separated long enough. Many years later, they had some closed meetings for alcoholics only, but they didn't have any then. എനിക്ക് തോന്നുന്നു ഇത് അല്ലനോണിനെ കുറിച്ച് പറയാണെന്ന് തോന്നുന്നു. He felt sorry for the wives because he knew what വൈഫ്സിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. I always felt that it never would have gone over so big if Dr. Bob hadn't said that they didn't want separate meetings. ബോബ് പറയാതിരുന്നതാണെങ്കിൽ അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് മീറ്റിംഗ് വേണ്ട, ആവശ്യമില്ല എന്നുള്ളത്. That husbands and wives had been separated long enough.
അവർ വേറെ വേറെ ആയിരുന്നു ഹസ്ബൻഡ്സ്. മെനി ഇയേഴ്സ് ലേറ്റർ they had some close meetings for alcoholics only. പിന്നീട് മദ്യാസക്തർക്ക് വേണ്ടി മാത്രം, ആൽക്കഹോളിക്സിന് വേണ്ടി മാത്രം ക്ലോസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബട്ട് they didn't have any then. ഇവർക്ക് അത് ഉണ്ടായിരുന്നില്ല എന്നത്. After he had talked to me a little bit, he said, there is another man here. He and I think we have found a way to help men with the drinking problem. അപ്പൊ ഇവരോട് പിന്നീട് പറയാണ്, ഇവിടെ വേറൊരാളുണ്ട്, അത് ബിൽ തന്നെയാണ്, ബിൽ ഡബ്ല്യു തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അയാളും ഞാനും കൂടി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതുപോലുള്ള കുടി പ്രശ്നമുള്ള ആളുകളെ സഹായിക്കാനായിട്ട് എന്ന് പറയും. I thought he meant some kind of expensive cure. ഇവര് വിചാരിച്ചു, ഹെൻറിട്ട വിചാരിച്ചു ഇതെന്തോ പൈസ ചെലവാക്കുന്ന ഒരു ചികിത്സാ പദ്ധതി ആയിരിക്കുമെന്ന്. ആൻഡ് I told him we don't have any money, our money is all gone. അതുകൊണ്ട് ഇവര് പറഞ്ഞു ഞങ്ങളുടെ പൈസ എല്ലാം പോയി എന്നുള്ളത്. I said to Dr. Bob, yes, I have that much, all gone. He said, if you have got $50 to pay for a private room, whatever we do for your husband won't cost you a cent. $50 മാത്രം ഉണ്ടെങ്കിൽ വേറെ ഒരു പൈസയും ചെലവാവില്ല എന്ന് ഡോക്ടർ ബോബ് പറഞ്ഞു. I said to Dr. Bob, yes, I have that much. ആ പൈസ ഉണ്ട് എന്നുള്ള കാര്യം ഇവര് പറഞ്ഞു. This was another miracle. ഇത് വേറൊരു അത്ഭുതമായിരുന്നു. Because 2 weeks before, we couldn't have had any money. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടാഴ്ച മുമ്പ് ഈ പൈസ പോലും ഉണ്ടായിരുന്നില്ല. A man who had borrowed $150 had called when Bill was in the hospital and said he was ready to pay it off. ആ പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരാള് $150. അയാള് ഈ ബില്ല് ഹോസ്പിറ്റലിലുള്ള സമയത്ത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണ് അത്ഭുതം. When Bill was in the hospital and said he was ready to pay it off, it was a fortune to us, of course. അതൊരു വളരെ ഭാഗ്യമായിരുന്നു ഞങ്ങൾക്ക്. Then I said to him, പിന്നെ ഇവര് പറയണം, ഈ ഹെൻറിറ്റ പറയണം ബോബിനോട്, you are an answer to a prayer. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നിങ്ങളാണ് ഒരു ഉത്തരം എന്ന് പറയുന്നു. He said, no, I am not an answer to a prayer. I am trying to keep from drinking myself. അപ്പൊ അത് ഡോക്ടർ ബോബിന്റെ ഒരു വിനയത്തെ കുറിച്ച് പറയാണ്. ഞാൻ ഉത്തരമല്ല, ഞാൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. Then he called. ഹലോ, കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. Then he called the nurse and arranged to have my husband moved into a private room. പിന്നെ അവര് ഇദ്ദേഹത്തെ ഒരു റൂമിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. When I went to see my husband, he was all upset about the private room. ഇവര് പിന്നീട് ഭർത്താവിനെ കാണാൻ പോയപ്പോ റൂമിന്റെ കാര്യത്തെ കുറിച്ച് ഒത്തിരി കുറച്ച് അപ്സെറ്റ് ആയിരുന്നു ഈ ഹെൻറിയുടെ ഭർത്താവ്, അതായത് ബിൽഡി. Why did you do this? He asked. എന്തിനാണ് എന്നെ ഈ റൂമിലാക്കിയത് എന്ന് ചോദിച്ചു. We don't have the money to pay for it. അറിഞ്ഞൂടെ, നമുക്ക് പൈസ ഒന്നുമില്ല കൊടുക്കാനായിട്ട് എന്ന്. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്സെറ്റ് ആയത്. Then I told him what Dr. Bob said. അപ്പോ വൈഫ് പറഞ്ഞു ഡോക്ടർ ബോബ് എന്താണ് പറഞ്ഞു എന്നുള്ളത്. That whatever he did for him wouldn't cost a cent. പൈസ ഒന്നും വേണ്ടി വരില്ല എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു. I never heard of anything like that, my Bill said. അപ്പൊ ബില്ല് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്നും കേട്ടിട്ട് തന്നെ ഇല്ല എന്നുള്ള കാര്യം. I never did either. ഞാനും ഇങ്ങനെ കേട്ടിട്ടില്ല, അതായത് പൈസ ഇല്ലാതെ ചികിത്സിക്കുക എന്നുള്ള കാര്യം. I said, but that's what he told me. എന്നിരുന്നാലും അതാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്ന് ഈ വൈഫ് പറയണം. Then Dr. Bob went in and talked to my husband. പിന്നീട് ഡോക്ടർ ബോബ് ഈ റൂമിന്റെ അകത്തേക്ക് ചെന്ന് ഇദ്ദേഹത്തോട്, ഈ പേഷ്യന്റിനോട് സംസാരിച്ചു. Bill liked him an awful lot. ബില്ലിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു, ഡോക്ടർ ബോബൻ. Later that night,
He returned with Bill Wilson and they both talked to him. പിന്നീട് രാത്രി ഈ ബില്ലിനോട് ബിൽ ഡബ്ല്യുവും ഡോക്ടർ ബോബും രണ്ടാളും കൂടി സംസാരിച്ചു. Then Dr. Bob put my husband on the sauerkraut and tomatoes. പിന്നീട് ആ ചികിത്സാ പദ്ധതി, അതായത് ഭക്ഷണം, അതാണ് ഭക്ഷണം എങ്ങനെ ഈ പറയുന്ന ഭക്ഷണം, sauerkraut and tomatoes. That's all he was allowed to eat. അതായിരുന്നു ഭക്ഷണം. The whole time he was there. അവിടെയുള്ള സമയത്ത് ഇതായിരുന്നു ഭക്ഷണം. But he liked them both and didn't care. പക്ഷെ ഭാഗ്യവശാൽ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. വേറെ പ്രശ്നമൊന്നുമില്ല. He was there about 5 days before they could make him say that he couldn't control his drinking and had to leave it up to God. അവിടെ ഒരു 5 ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം കുടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാത്തത് വരെ അത് ഈ ബിൽ ഡീനെ അവിടെ വെച്ചിരുന്നു. And had to leave it up to God. പിന്നീട് ദൈവത്തിന്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. Well, he believed in God. എന്തായാലും ഈ ബിൽ ഡിയും ഒരു ദൈവവിശ്വാസിയായിരുന്നു. But he wanted to be his own man. അദ്ദേഹത്തെ ദൈവത്തിന്റെ തന്നെ ഒരാളായി മാറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. They made him get down on his knees at the side of the bed right there in the hospital and pray and say that he would turn his life over to God. അപ്പൊ ഇവര് മൂന്നാം പടി ചെയ്യിപ്പിച്ചു. അതാണ് പ്രാർത്ഥിക്കാൻ ഇടവരുത്തി. അവിടെ തന്നെ ആ ബെഡിന്റെ അടുത്ത് അവിടെ തന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. He came out of the hospital on 4th of July 1935. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ജൂലൈ 4 പുറത്തു വന്നു 1935. I will never forget it. ഞാൻ ഒരിക്കലും അത് മറക്കില്ല. I was out at the lakes with a friend of ours who had a cottage. ഞാനൊരു തടാകത്തിന്റെ അടുത്ത് ഒരു ഫ്രണ്ടിന്റെ കോട്ടേജിന്റെ അടുത്തുണ്ടായിരുന്നു. Dr. Bob, Dr. Bill Wilson, Annie and another young fellow, they were trying to get sober named Eddie R. അവരവിടെ വേറൊരു വ്യക്തി എഡി ആർ എന്നുള്ളൊരു വ്യക്തിയെ സോബറാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. Came out. Eddie didn't get it at first, but later he did. I remember him speaking once. He said there were 2 firsts in AA. The first one who accepted the program and the first who refused it. ഇതായിരുന്നു ഇതൊക്കെ തുടക്കത്തിലുള്ള കാര്യത്തെ കുറിച്ച് പറയാണ്. എഡി ഡിഡിൻ ഗെറ്റ് ഇറ്റ് ഫസ്റ്റ്. അദ്ദേഹത്തിന് ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. He said there were 2 firsts. 2 തുടക്കക്കാരുണ്ടായിരുന്നു എയിൽ. ആദ്യത്തെ ആള് അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നീടുള്ള ആള് അതിനെ റെഫ്യൂസ് ചെയ്തു. They all came out and we had a picnic. എല്ലാവരും കൂടി ഒരു പിക്നിക്കിന് പോയി. And it was a picnic for me. Let me tell you. അതൊരു നല്ലൊരു പിക്നിക് ആയിരുന്നു എന്ന് പറയാം. About the second time, Dr. Bob talked to me in the hospital, he said. About the second time, Dr. Bob talked to me in the hospital, he said. രണ്ടാമത്തെ പ്രാവശ്യം ഡോക്ടർ ബോബ് സംസാരിച്ചു ആശുപത്രിയിൽ. The little woman wants to see you at the house. ഈ ഇവരുടെ വൈഫിനെ കുറിച്ചായിരിക്കും പറയുന്നത്. The little woman wants to see you at the house. അവരുടെ വീട്ടിൽ കാണാനായിട്ട്. I went over to a friend of mine who had a car and said, I am supposed to go and see his wife, but I am not going. I went over to a friend of mine. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി. കാറുള്ള ഒരാള്. ഞാൻ പോയിട്ട് അതേ വൈഫിനെ കാണണമെന്നായിരുന്നു, പക്ഷെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. You are going, she said. I am taking you. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും നമ്മൾ പോണം എന്ന് പറഞ്ഞു.
When Anne came to the door, I said, "Are you Mrs. Smith?" Anne, Dr. Bob's wife, അന്ന സമയത്ത് ഇവര് ചോദിച്ചു, നിങ്ങളാണോ മിസ്സിസ് സ്മിത്ത് എന്ന്. And she said, and she said, "And to you, my dear." And she said, "And to you, my dear." That broke the ice. I thought, such rich people, I couldn't compare with them because we didn't have a cent. ഇവര് പൈസയുടെ അടിസ്ഥാനത്തിൽ അവരെ വേറെ കാണുന്നുണ്ടായിരുന്നു. But I found out that they didn't either. I remember going out there one Sunday and there was Bill Wilson eating peas out of a can, not even warmed up. അവരുടെ വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, but I found out that they didn't. പൈസയുടെ വ്യത്യാസം കാണിച്ചിരുന്നില്ല. I remember going out there one Sunday, ഒരു ഞായറാഴ്ച അവിടെ പോയപ്പോ ബില്ല് eating peas out of can, not even warmed up, ചൂട് പോലും ഇല്ലാത്ത പീസ് കഴിക്കുന്നത്. And was so sweet. Everybody loved her. There was never anything to make you feel she was better than anyone. ആ ഒരു പൊങ്ങച്ചം ഇല്ലാത്ത ഒരു കാര്യം ആനിൽ ഉണ്ടായിരുന്ന ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. When she first talked to me about it, she said, let us, you and me, stay in the background. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കാം എന്ന് അവർ പറഞ്ഞു. She talked to the wives a lot more than I did because I never was a good talker. അവരായിരുന്നു കൂടുതൽ സംസാരിച്ച്, എനിക്ക് അത്ര സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. And I never was one to talk my troubles out. ഞാൻ ഒരിക്കലും എൻ്റെ ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയാത്ത ഒരാളായിരുന്നു. I kept them to myself. ഞാൻ എന്നിൽ തന്നെ അത് അടക്കി വെച്ചു. I went to work, but I did all I could trying to help the others, telling them I had been through the same thing. I thought my husband was the worst, and those women felt the same. അപ്പൊ ഇത് എങ്ങനെ ഇവര് മറ്റുള്ളവരോട് സംസാരിച്ചു, അങ്ങനെ പറയുമ്പോഴാണ് ഇതുപോലെ എല്ലാവരുടെയും കാര്യം ഇതുപോലെ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം ഇവർക്ക് തിരിച്ചറിഞ്ഞത്. ആനി would prod the other wives to talk. ആനി മറ്റുള്ളവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. പുതിയ ആൾക്കാരോട്, പുതിയ സ്ത്രീകളോട് സംസാരിക്കാനായിട്ട് മറ്റുള്ള ലേഡീസിനെ പ്രേരിപ്പിക്കും. And she suggested we go around to their houses too, and I remember. നമുക്ക് അവരുടെ വീടുകളിലും പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ കാര്യം ഓർമ്മിക്കുന്നു. I went around to one lady's house. ഞാനൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി. I had never met her, but I told her who I was and said I wanted to help her. ഇതൊരു മദ്യാസക്തന്റെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുള്ള കാര്യം ആ വീട്ടിലേക്ക് പോയ സ്ത്രീയോട് പറഞ്ഞു. She was doing her laundry and didn't want to be bothered. ആ സമയത്ത് അവരുടെ വസ്ത്രങ്ങൾ അലക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ശല്യപ്പെടുത്താൻ താല്പര്യപ്പെട്ടു. So that threw a damper on me as far as going to their house was concerned. She did not understand what it would mean to her. ഒരു നിരാശയുണ്ടായി. എന്താണ് അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. Evidently, Annie understood that it meant to Henrietta D, who remembered. She would call me every single morning and ask me if I had had my quiet time. Evidently, Annie understood what it meant to Henrietta. ഇവർക്ക് മനസ്സിലായി ഹെൻറിയറ്റയ്ക്ക് അത് എന്തായിരുന്നു. അവർ ഓർക്കണം. She would call me every single morning. എല്ലാ ദിവസവും അവർ വിളിച്ച് ചോദിച്ചിരുന്നു എന്റെ ക്വയറ്റ് ടൈം ഉണ്ടായോ എന്നുള്ളത്. You are supposed to go by yourself with a pad and pencil and put down anything that came into your mind. മനസ്സിൽ വരുന്നത് എഴുതി വെക്കാനായിട്ട് നിർദ്ദേശിച്ചു. Later in the day, it might come to you why.
പിന്നീട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് വരും, അതിലേക്ക് വരും. പ്രോബബ്ലി ഫോർ എ ഇയർ ഷീ കോൾഡ് മീ എവറി സിംഗിൾ മോർണിംഗ്. ഒരു കൊല്ലത്തേക്ക് അവരങ്ങനെ ദിവസം എന്നെ വിളിച്ചിരുന്നു. ഡിഡ് യു ഹാവ് യുവർ ക്വയറ്റ് ടൈം? വിളിച്ച് ചോദിക്കുന്നത് തന്നെയാണ്, ക്വയറ്റ് ടൈം, ഒരു നിശബ്ദമായ സമയം ഉണ്ടായോ? ഡിഡ് യു ഗെറ്റ് എനിത്തിങ് സ്പെഷ്യൽ ഔട്ട് ഓഫ് ഇറ്റ്? അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെഡിറ്റേഷനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചുവോ? ഷീ വാസ് വണ്ടർഫുൾ. അവർ വളരെ അത്ഭുതകരമായിരുന്നു. ആനി സ്മിത്സ് നെവർ സ്റ്റോപ്പ് ഷോയിങ് ഹെർ ലവ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ് ഇൻ ദിസ് വേ. അവരൊരിക്കലും അവരുടെ ഈ സ്നേഹം കാണിക്കുന്നത് നിർത്തിയില്ല മറ്റുള്ളവരോട്. Another woman, Peggy, recalled that in the year before Annie died, there was seldom a morning when she didn't call. വേറൊരു സ്ത്രീ ഓർക്കാണ്, അവർ മരണപ്പെടുന്നതിന് മുമ്പ് എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടായിരുന്നു. Even when they were leaving for Texas to see Smithy, she called bright and early and said, "I missed you last night at regular meeting of the King School group. Where were you?" അവര് വിളിച്ച കാര്യം അതിനെ കുറിച്ച് പറയാണ്. അവര് ടെക്സാസിലേക്ക് പോകുമ്പോഴും വിളിച്ചിരുന്നു എന്നുള്ള കാര്യം. അപ്പോ ഇവരെ മിസ് ചെയ്ത കാര്യം എവിടെയാണെന്ന് ചോദിക്കണം. I said, "I know you are leaving for Texas. നിങ്ങൾ ടെക്സാസിലേക്ക് പോകണമെന്നുള്ള കാര്യം എനിക്കറിയാം. I just didn't want to say goodbye. I didn't realize I was speaking to her for the last time." ഒരിക്കലും മനസ്സിലായില്ല, അതായത് അവർ മരണപ്പെട്ടു എന്ന് പറയാണ്. അപ്പൊ അത് അവസാനമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായിരുന്നില്ല. ഹെൻറിറ്റ ഡി ഓൾസോ മെറ്റ് ലൂയി വിൽസൺ. പിന്നീട് ഇവര് ഹെൻറിറ്റ ബില്ലിന്റെ വൈഫിനെയും കാണുന്നു. I don't remember how long it was before she came, but she came. അവർ എപ്പോഴാ വന്നതെന്ന് അറിയില്ല, പക്ഷെ വന്നു. I asked her, "Do you think your husband is ever going to drink again?" She said, "I know he isn't." ഭർത്താവ് വീണ്ടും കുടിക്കോ എന്നുള്ളൊരു സംശയം ചോദിച്ചു. അപ്പോ ഇല്ല, "I know he isn't." ഇല്ല, കുടിക്കില്ല എന്ന് പറഞ്ഞു. That meant so much to me. ആ ഒരു ഉറപ്പ് തരുന്നത് പോലുള്ള കാര്യം എനിക്ക് വളരെ ആവശ്യമായിരുന്നു. ഹെൻറിറ്റ പറഞ്ഞു. She knew he wasn't. അവർക്കും അത് മനസ്സിലായിരുന്നു, അദ്ദേഹം മദ്യപിക്കുന്നില്ല എന്നുള്ളത്. She didn't just think it. She told me she knew from the first that Bill was never going to drink again. അവർക്കത് മനസ്സിലായിരുന്നു, ആദ്യം തന്നെ മനസ്സിലായിരുന്നു ബില്ല് ഇനി കുടിക്കില്ല എന്നുള്ളത്. I came to know that too in a flash. എനിക്കും അത് മനസ്സിലായി, ഒരു ഫ്ലാഷിൽ മനസ്സിലായി. I woke up in the middle of the night and it seemed as though the whole room was light. പെട്ടെന്ന് ഞാൻ രാത്രി റൂമിൽ നിന്നും എഴുന്നേറ്റപ്പോ എല്ലാം വെളിച്ചം, എല്ലാം പ്രകാശമായിരുന്നു. മൊത്തം റൂമും ഒരു പ്രകാശിക്കുന്നത് പോലെ തോന്നി. I didn't see or hear anything. ഒന്നും കാണാനോ കേൾക്കാനോ സാധിച്ചിരുന്നില്ല. But it just came to me that Bill was never going to drink again. പക്ഷെ ഒരു ഉൾവിളി പോലെ എനിക്ക് മനസ്സിലായി, ഇനി ബില്ല് കുടിക്കില്ല എന്നുള്ള കാര്യം. And he never did. അദ്ദേഹം പിന്നീട് മദ്യപിച്ചില്ല. Oh yes, my Bill became quite enthusiastic. അദ്ദേഹം വളരെ ഉഷാറുള്ള ഒരാളായി. He didn't have any time left for his own business. അദ്ദേഹത്തിന്റെ ബിസിനസ് ഒന്നും ശ്രദ്ധിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം ഉണ്ടായില്ല. I told him, "We don't have a lot, but if you give your time to this work, that's all I care about." We don't have a lot. ഞങ്ങൾ കൂടുതൽ സമയം ഒരുപാടൊന്നുമില്ല, ബട്ട് ഈ പണിക്ക് സമയം തരികയാണെങ്കിൽ മതി, ഞങ്ങൾക്ക് അത് മതിയായി, ഞങ്ങളത് ആവശ്യമാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. He loved it. അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. It meant so much to him. അദ്ദേഹത്തിന് ഒരുപാട്
അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. He was always going someplace in Akron or out of town, wherever they wanted him to come. He liked people and people liked him. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് ആളുകൾ ഇഷ്ടമായിരുന്നു. എവിടെ പോകണമെങ്കിൽ പോകുന്നുണ്ടായിരുന്നു. ആളുകൾ ഇഷ്ടമായിരുന്നു, ആളുകൾക്കും ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. In the beginning, Henrietta D had to work on Wednesday nights. ആദ്യം ഈ ഹെൻറിറ്റ ഡി വെഡ്നസ്ഡേസിലൊക്കെ രാത്രികളിൽ പ്രവർത്തിക്കേണ്ടിരുന്നു. മീറ്റിംഗ്സ് ടി ഹെൻറി വില്യംസിൽ അവിടെ മീറ്റിംഗ് വെച്ച സമയത്ത്. But she said that the AA custom of refreshments after the meeting began right away. റിഫ്രഷ്മെന്റ്സ് അവിടുന്നാണ് ഉണ്ടായത്. മീറ്റിംഗിന് ശേഷം അവിടുന്നാണ് ഉണ്ടായത്. എവറിബഡി ടോക്കിംഗ് ടു എവറിബഡി, ഡ്രിങ്കിങ് കോഫി ആൻഡ് സ്മോക്കിംഗ്. എല്ലാവരോടും സംസാരിക്കുന്ന ഒരു സമയം, കോഫി കുടിച്ചുകൊണ്ട് സ്മോക്ക് ചെയ്തുകൊണ്ട്. You say it's the same today. That's really nice. You say it's the same today. That's really nice. ഇന്നും അത് തന്നെയാണെന്ന് പറയുമ്പോൾ അത് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. Annie calling me every day meant everything to me. എനിക്ക് എല്ലാമായിരുന്നു ഈ ആനി എന്നെ ദിവസം വിളിക്കുന്നത്. I always remember the friendliness and kindness and closeness we all felt. ആ ഒരു സ്നേഹം, ആ ഒരു അടുപ്പം കൂടിയിട്ടുള്ള ആ ഒരു വിളി എല്ലാവരും ഫീൽ ചെയ്തിരുന്നു. Later I could go any place in the whole United States and find a friend in AA. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എവിടെ പോയാലും ഒരു AA ഫ്രണ്ടിനെ എനിക്ക് കാണാമായിരുന്നു. എവിടെ പോയാലും കാണാമായിരുന്നു. I felt very sad when someone had a slip. എനിക്ക് വളരെ സങ്കടമായിരുന്നു ആരെങ്കിലും ഒന്ന് സ്ലിപ്പ് ആവുമ്പോൾ. We all prayed for him. അത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. I don't think anybody thought the program wasn't working. ആരും തന്നെ വിചാരിച്ചില്ല, പ്രോഗ്രാം പ്രവർത്തിച്ചില്ല എന്ന് ആരും തന്നെ വിചാരിച്ചില്ല. That was because Dr. Bob was so enthusiastic. അത് ബോബിന്റെ ഒരു ഉത്സാഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ. And of course Bill was there quite a bit. തീർച്ചയായിട്ടും ബില്ലും അവിടെ ഉണ്ടായിരുന്നു. They were both so sure. അവർ രണ്ടുപേരും ഉറപ്പായിരുന്നു അത്. It never dawned on me until later how long Dr. Bob and Bill had been sober. ഇവര് ഡോക്ടർ ബോബും ബില്ലും സുബോധവാന്മാരായിട്ട് കുറെ കഴിയുന്നത് വരെ എനിക്കിത് മനസ്സിലായിരുന്നില്ല. If I had known it was just a short while, I might not have been so sure it was going to work for my Bill. കുറച്ചു സമയം മാത്രമാണ് ആയിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. I might not have been so sure if it was going to work for my Bill. When Bill D came out of the hospital, Dr. Bob had been sober only 3 weeks. I thought they had been sober for years. I think my husband thought so too. Dr. Bob 3 ആഴ്ച മാത്രമേ സോബറായിരുന്നു. പക്ഷെ എന്തോ ഒരുപാട് കാലം സോബറായതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെയാണ് ബില്ലും വിചാരിച്ചിരുന്നത്. It was all the Oxford group then, she recalled. I remember when I first heard Alcoholics Anonymous. അതുവരെ എല്ലാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പായിരുന്നു. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള വാക്ക് കേട്ടത്. I thought that's the awfulest name I ever heard. അതായിരുന്നു ഏറ്റവും awful, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു വേർഡ്. അതുവരെ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഇതുവരെ കേട്ടതിൽ വെച്ച്. ബട്ട് ഇറ്റ് സ്റ്റക്ക്. പക്ഷെ അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. We were all members, she said. ഞങ്ങൾ എല്ലാവരും അതിന്റെ അംഗങ്ങളായിരുന്നു. One day, Bill Wilson said to me, now that your husband has given up his sins, how about you giving up yours? അപ്പോഴാണ് ബിൽ ഡബ്ല്യു ചോദിക്കുന്നത്, ഇപ്പോ നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ വിട്ടുകൊടുത്തതുപോലെ നിങ്ങളുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു.
I told him I didn't have any. I don't drink. അപ്പോൾ ഇവര് പറഞ്ഞു എനിക്ക് പാവങ്ങളൊന്നും ഇല്ല, ഞാൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞു. I don't smoke. ഞാൻ വലിക്കാറുമില്ല. I don't go to the picture show or play cards on Sunday. ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് ഭാര്യ പറഞ്ഞു. That's well and good, he said. But how about self-pity and fear and worry? ഈ കാര്യങ്ങളൊക്കെ പാപങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യാത്തത് നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെയാണ് മൂപ്പർ എടുത്ത് ചോദിച്ചത്, how about self-pity? സ്വയം സഹതാപത്തെ കുറിച്ച് ചോദിച്ചു. ആൻഡ് ഫിയർ ആൻഡ് വറി, ഭയം, ആകാംക്ഷ, ഇതിനെ കുറിച്ച് ചോദിച്ചു. ആർ ദോസ് സിൻസ് ഐ ആസ്ക്ഡ്. അപ്പോഴാണ് അവർ ചോദിച്ചു, ഇത് പാപമാണോ എന്ന് ചോദിച്ചു. ദേ ഷുവർ ആർ. അപ്പോഴാണ് BW പറഞ്ഞത്, ഉറപ്പായിട്ടും അവ പാപങ്ങൾ തന്നെയാണ്. വെൽ ഇഫ് ദേ ആർ, ഐ ആം ഫുൾ ഓഫ് ദം ബിക്കോസ് ഐ ഹാവ് ഓൾ ദോസ് ഐ സെഡ്. അപ്പോഴാണ് ഇവര് പറയണത്, അത് പാപങ്ങളാണെങ്കിൽ അതെല്ലാം എനിക്കുണ്ട് എന്ന് പറയുന്നു. ഡോക്ടർ ബോബ് ഡിഡ്ന്റ് ടോക്ക് ദാറ്റ് മച്ച്. ഡോക്ടർ ബോബ് ഇതിനെക്കുറിച്ച് അധികം സംസാരിച്ചില്ല. ഐ കാൺട്ട് റിമെമ്പർ ഹിസ് എവർ ലീഡിങ് എ മീറ്റിംഗ്. അദ്ദേഹം ഒരു മീറ്റിംഗ് ലീഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഹി ടോക്ക് ടു പീപ്പിൾ പ്രൈവറ്റ്ലി. അദ്ദേഹം ഒറ്റയ്ക്കാണ് ആളുകളോട് സംസാരിച്ചത്. ഹി വാസ് വണ്ടർഫുൾ അറ്റ് ഗെറ്റിംഗ് സറണ്ടേഴ്സ്. ആളുകൾ സറണ്ടർ ചെയ്യിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ നല്ലൊരു രീതിയായിരുന്നു അദ്ദേഹത്തിന്. അറ്റ് ഫസ്റ്റ് ദേ മെയ്ഡ് ഓൾ ദീസ് മെൻ സറണ്ടർ. ഇവരെയൊക്കെ ആദ്യം സറണ്ടർ ചെയ്യിപ്പിച്ചു. ഔട്ട് അറ്റ് T. Henry Williams where they met. ആ സ്ഥലം T. Henry Williams, ആ സ്ഥലത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടിയ എല്ലാവരെയും സറണ്ടർ ചെയ്യിപ്പിച്ചു. ഡോക്ടർ ബോബ് വുഡ് ടേക്ക് ദം അപ്സ്റ്റേഴ്സ് and make them say that they would surrender themselves to God. ഡോക്ടർ ബോബ് അവരെ മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോയി സറണ്ടർ ചെയ്യിപ്പിക്കും, ദൈവത്തോട് സറണ്ടർ ചെയ്യിപ്പിക്കും. ഹെൻറിറ്റ ഡ്രീ വാസ് എ matron in the Akron City workhouse for 22 years. അവരവിടുത്തെ ഒരു matron ആയിരുന്നു വർക്ക് ഹൗസിൽ 22 കൊല്ലം. When I found out my husband could quit drinking, I thought I could tell these girls how to do it, and they would. ഭർത്താവ് എങ്ങനെ മദ്യപാനം ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് ഞാനിത് അവിടെയുള്ള ഈ പെണ്ണുങ്ങളോട് എങ്ങനെ ചെയ്യണം എന്ന് പറയണം എന്ന് വിചാരിച്ചു. ബട്ട് they didn't. There were a lot of women there with alcohol problems. പക്ഷെ അവര് ഈ പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ അവിടെ മദ്യപാനം കൊണ്ടുള്ള പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു. We had one nurse that came in, Henrietta recalled. ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, ഹെൻറിറ്റ പറയുന്നു. She had 6 days in the workhouse and 6 months ahead in jail. അവര് 6 ദിവസം ഈ വർക്ക് ഹൗസിലും 6 മാസം ജയിലിലുമായിരുന്നു. I called the judge and asked him if he could let her stay in the workhouse for 6 months because I knew somebody I thought could help her. ഇവര് ജഡ്ജിനോട് ചോദിച്ചിട്ട് ഈ സ്ത്രീയെ 6 മാസം ഇവിടെ ഈ വർക്ക് ഹൗസിൽ താമസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ജഡ്ജിനോട് ചോദിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ സഹായിക്കാനായിട്ട് ഒരാളെ അറിയും എന്നുള്ളത് പറഞ്ഞു. സോ he did let her stay there. അപ്പൊ ജഡ്ജി അവിടെ ഇവരെ താമസിക്കാൻ ഉള്ള അനുവാദം കൊടുത്തു. After I explained the program to her, I asked her if she would be interested in it, and she said she would. ആ സ്ത്രീയോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് വിവരിച്ചു കൊടുത്ത ശേഷം താല്പര്യത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവർക്ക് നല്ല താല്പര്യമുള്ള കാര്യം അവർ പറഞ്ഞു. സോ ഐ കോൾഡ് എ ലേഡി ഇൻ AA. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു സ്ത്രീനെ ഞാൻ വിളിച്ചു. ആൻഡ് ഷീ കെയിം ഔട്ട് സെവറൽ ടൈംസ്. ഒരുപാട് പ്രാവശ്യം വന്നു. ആൻഡ് ദ നേഴ്സ് അക്സെപ്റ്റഡ് ദ പ്രോഗ്രാം വിത്ത് മച്ച് ഹാപ്പിനെസ്. അപ്പൊ ആ നേഴ്സ് ഈ പ്രോഗ്രാമിനെ സ്വീകരിച്ചു ഒരുപാട് സന്തോഷത്തോടു കൂടി. ഷി വാസ് എ ലവ്ലി ഗേൾ. വളരെ നല്ലൊരു ഗേൾ ആയിരുന്നു, പെൺകുട്ടിയായിരുന്നു. യെസ്, ഐ വാസ് ട്രൈങ് ടു ഹെൽപ്പ്, സെഡ് ഹെൻറിറ്റ. ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്
ഹെൻറിട്ട പറഞ്ഞു, who might well have been responsible for the first AA work in institutions. അവരായിരുന്നു സ്ഥാപനങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവൃത്തി ആദ്യമായിട്ട് ചെയ്തത്. I found it difficult missing a lot of things because of work. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയത് കൊണ്ട്. ബട്ട് ഐ വാസ് ഓൾവേസ് സോ ഹാപ്പി ടു നോ ഇറ്റ് വാസ് ഗ്രോയിങ്. പക്ഷെ അതിന്റെ വളർച്ച കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ഈസ് ഇറ്റ് ട്രൂ there are a million people in AA today? അവര് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ലക്ഷങ്ങള് ഈ എയിലുണ്ടോ എന്ന് അവർ ചോദിക്കാം. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി 2 million സൂൺ. അത് കൂടുതൽ ഇനിയും പെരുകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് അവർ പറയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞു. Okay, thank you. Okay, thank you.